നമ്മുടെ അടിമാലിൽ ഈസ്റ്റേണിൻ്റെ റേഞ്ചർസ് ഹോട്ടലിൻ്റെ അടുത്ത് ചെറിയൊരു ചായയും സ്നാക്സ് കൊടുക്കുന്ന കടയുണ്ട്. ഇതാണ് സംഭവം. കണ്ടോ, ഇതാണോ? എങ്ങനെയുണ്ട് നോക്കി, കിടിലനല്ലേ, അടിപൊളി. കണ്ടോ, ഇവിടെ ഈ കിങ്സ് പാർക്ക് എന്നാണ് റേഞ്ചർസ് ഹോട്ടൽ ആയിരുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഇങ്ങനെയാണ് മാറ്റി. അതിൻ്റെ അടുത്ത് തന്നെയാണ് ചെറിയ ഓലയും കൊണ്ടൊക്കെ മേഞ്ഞ് നാടൻ തട്ടുകട രീതിയിൽ ചെയ്തേക്കണം. ഇപ്പോൾ അവിടെ നല്ലത് ചായയൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു വിത്തൗട്ട് അതെ ചായ എടുത്ത് തരാൻ നല്ല അടിപൊളി സുന്ദരി ചേച്ചി ഇവിടെ ഉണ്ട്. കേട്ടോ, നല്ല കിടിലൻ ചായ കേട്ടോ. നിങ്ങൾ വരുമ്പോൾ കയറുക, അവിടെ നിന്ന് കഴിച്ചു പോകുക. വെറൈറ്റി സ്നാക്സൊക്കെ ഉണ്ട് ഇവിടെ. സ്നാക്സൊക്കെ എന്നാ ഞാൻ കാണിച്ചു തരാം. ഇത് മുട്ട ബജ്ജി, പിന്നെ ഇവിടെ കണ്ടോ വെറൈറ്റി ആയിട്ട് ചട്ടിയില്ല. ഇത് തന്നെ സാധനം, അത് പെട്ടിപ്പത്തൽ, ഇത് മുട്ട ബജ്ജി, പിന്നെ മുളക് ബജ്ജി, പഴംപൊരി, അടിപൊളി, തീർന്നു പോയി. അപ്പോൾ വെറൈറ്റി സാധനങ്ങളാണിത്. ഇതുണ്ടോ, സലീം ഹസൻസ് എന്ന് എഴുതാനുണ്ടോ, ഫുഡ് വാഗൺ ആണോ, അടിപൊളിയാണ്. ടീ ടൈം സ്റ്റോറി ടൈം എന്നൊക്കെ ഇട്ടാണ്. കണ്ടോ, ഇവിടുത്തെ ആ ലുക്ക് ഉണ്ട്, ഒരു ആംബിയൻസ് ഉണ്ടോ, അടിപൊളിയാണ്. നാടൻ രീതിയിൽ ഇല്ലിയും കൊണ്ടൊക്കെ ഉണ്ടാക്കി നല്ല പുല്ലും കൊണ്ടൊക്കെ മേഞ്ഞ് നല്ല കിട്ടില്ലനായിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അടിപൊളി. നമ്മളിന്ന് ഇവിടുന്ന് ചായ കുടിക്കാൻ വന്നാൽ കേട്ടോ. ഇത് NH ചേർന്ന് തന്നെയാണോ, അതെ റോഡിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ വരുമ്പോൾ ഇവിടെ കയറുക, കഴിച്ചു നോക്കുക, എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ചായിരുന്നു, അതുകൊണ്ട് പറയണേ കേട്ടോ. ഇപ്പോൾ കഴിക്കാൻ ചായ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഫ്രണ്ടുണ്ട് സുജിത് രാഘവ് എന്നാണ്, സിംഗറാണ് പുള്ളി. ചേട്ടൻ എന്നാ കടി എടുത്തേ? കായ്പോള. എങ്ങനെയുണ്ട്? സൂപ്പറാണ്, അടിപൊളി. കണ്ടോ, അതെ നിങ്ങൾ നോക്കിക്കേ എന്നാ വെറൈറ്റി നോക്കി. നമ്മുടെ അടിമാലിൽ ഇങ്ങനെയൊരു വെറൈറ്റി ആയിട്ട് സംഭവം വേറെ ഇല്ല. അതോ, അടിപൊളി ചായ നമ്മൾ മേടിച്ചു കേട്ടോ. കണ്ടോ, നല്ല ചെറിയ ഗ്ലാസ്സിൽ നല്ല അടിപൊളി ചായ, നല്ല അടിപൊളി, കൊള്ളാം, സൂപ്പറാണ്.